കൊച്ചുവരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ, ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ. മേലെ ചന്തേലാളും കൂട്ടം കലവില കൂട്ടണ് കേട്ടില്ലേ, ചെയ്താലിക്കാക്കാന്റെ കാളെ നടകാളെ, വന്നാലിക്കോയാന്റെ കാളെ നടകാളേ. ഇക്കൊല്ലം മഴ ചതിക്കോ ആവോ. മഴ ചതിച്ചാല് നിന്റെ കാര്യം കഷ്ടത്തിലാവേ. ഈ നെല്ലൊക്കെ കൊയ്യാനുള്ളതാ, അടുത്ത കൊല്ലത്തേക്കുള്ളതാ. ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടാവൂല. ഈ മാധവനെ മണ്ണും ചതിക്കൂല, വിണ്ണും ചതിക്കൂല. കാരണേ ഈ മാധവൻ ആരും ചതിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളൊക്കെ സ്വന്തക്കാരല്ലേ. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ തമ്മിൽ എന്തിനാ പ്രശ്നങ്ങള്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ജീവിക്കുക, അതന്നെ. അപ്പോ ഈ ഭൂമി സ്വർഗം തന്നെ ആവും. ആന്നേ. പാടിക്കോ പാടിക്കോ, ആര് കേൾക്കാനാ പാടണത്? ഇതൊന്നും കേൾക്കാൻ ഇപ്പത്തെ കുട്ടികൾക്ക് നേരണ്ടോ? എല്ലാവർക്കും വലിയ തിരക്കല്ലേ, തിരക്കോട് തിരക്ക്. അതെ, ഇടക്കൊക്കെ ഇതൊന്ന് കേൾക്കണം. ഈ പ്രകൃതിയിലെ പൂക്കളും ചെടികളും പുഴകളും രാവിലത്തെ ഇളം മഞ്ഞൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തൊട്ടറിയണം. അപ്പോഴല്ലേ ജീവിതം ജീവിതാവുള്ളൂ. ആ ദേവൂട്ടിയെ, ഈ വന്നോ? മതി എൻ്റെ മാധവേട്ടാ, എപ്പ തുടങ്ങിയ പണിയാണ്? ഇനി കഴിച്ചിട്ട് ബാക്കി ചെയ്യാം. അല്ല, ഇന്ന് നേരത്തെ ആണല്ലോ. നേരത്തെയോ? സമയം എത്രയാന്ന് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? അതിനെങ്ങനെയാ? ഈ വയലിലേക്ക് ഇറങ്ങിയ മൂപ്പര് എല്ലാം മറക്കും. ഭാര്യയായ എന്നെ പോലും ഓർമ്മയുണ്ടാവൂല. ഐ, അന്നാരാടി മറക്കണത്? ഈ എൻ്റെ പുന്നാര കെട്ടിയോളല്ലേ.
ഓ മതി മതി, നിങ്ങളൊരു സ്നേഹം കാണിക്കല്. ആടെ ഇരിക്കേ, ഞാൻ വിളമ്പിത്തരാം. ഇന്ന് എന്താടി സ്പെഷ്യല്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും കപ്പപ്പുഴുക്കും. പപ്പടം ഇല്ലേടി? പിന്നെ അത് ഞാൻ മറക്കുവോ? ചുട്ട പപ്പടം ഉണ്ട്. ആവു, കേക്കുമ്പോ തന്നെ വയറാ നിറഞ്ഞ്. നമ്മളെ നാടൻ ഭക്ഷണത്തിന് ഒക്കുവോ ഈ പുതിയ കുട്ടികളുടെ ഇപ്പത്തെ ഹോട്ടൽ ഭക്ഷണം? ഈ കഴിച്ചോടി. ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. എന്നാ ഇത് കഴിച്ചോക്ക്. ഇത് മനുഷ്യ, ആരെങ്കിലും കാണും. വരമ്പിലിരുന്നാണ് അങ്ങോട്ട് ഒരു സ്നേഹം കാണിക്കല്. അതിനെന്തടി, ഇതിൻ്റെ കെട്ടിയോളല്ലേ, ഓളൊരു നാണം. ദിസ് ഈസ് കേരള, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഗോഡ്സ് ഓൺ കൺട്രി, യു ആർ കറക്റ്റ്, വെരി ബ്യൂട്ടിഫുൾ. Amazing. Hey Babukunda, come here. ബാബുക്കുണ്ടനല്ല സായിപ്പേ, ബാബുക്കുട്ടൻ. Okay Babukunda. ഓ ബാബുക്കുണ്ടനല്ല, ബാബുക്കുട്ടൻ. Babukundan. ഓ പിന്നെയും. ഗൈഡ്, വാട്ട്സ് ദാറ്റ്? That is a തെങ്ങ്. Tengu? What tengu? തെങ്ങല്ല സായിപ്പേ, തെങ്ങ്, തേങ്ങ, കോക്കനട്ട്. ഓ കോക്കനട്ട് ട്രീ. ആ അതന്നെ സായിപ്പേ. കേരള ഈസ് എ മനോഹരം. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. One photo please. Oh, why not? Okay, ready, smile. Okay. പൈസ ഉണ്ടാ? Paisa? What paisa? മണി. Oh, do you want money? ആ കോളടിച്ചു. ഇന്ന് ഞാനൊരു കലക്കും. ഇന്ന് കണി കണ്ടവൻ എന്നും കണിയാണനേ. എന്താ ബാബുക്കുട്ടാ, ഇന്ന് 2 ആളെ കിട്ടിയില്ലോ, കോള അടിച്ചില്ലേ? ആ മാധവേട്ടാ, ഒന്ന് ജീവിച്ചു പോട്ടേന്ന്. നടക്കട്ടെ. സായിപ്പേ, ദിസ് ഈസ് നെല്ല്. ഓ പാടി ഫീൽഡ്. You are the farmer? Oh, good to see you. Come, let's take a photo. Your wife? Come. All of you, Ismaili, Chinnappu, ready? Okay. Bye. See you. Stop. Paisa. Money? Again money? Give me. Oh, you always need money. എന്റെ ദേവടുത്തേ, വിശന്നിട്ട് വയ്യ. ഇതിലെന്തള്ളേ? Hey Babukundan, come, let's go. Coming. ഈ ബാബുക്കുട്ടൻ്റെ ഒരു കാര്യം ഇല്ലയോടി? അതെ. ആടെ നിക്ക് പയ്യേ, ആടെ നിക്കാനാ പറഞ്ഞത്. നമ്മൾ ഇടങ്ങാറാക്കല്ലേ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഓ അതാ പോണ്. ആടെ നിക്ക്, നമ്മളൊന്ന് കെട്ടട്ടേന്ന്. ഹാവുൻ്റെ ഉമ്മാ, വല്ലാത്തൊരു പയ്യന്നെ.
അന്നെ കെട്ടിക്കണം കേട്ടോ. ഇനി അനക്ക് വേണ്ട എന്താ വെച്ചാ തിന്നൂടെ. എന്താണ് സൈനാത്ത രാവിലെ തന്നെ പയ്യനോടൊരു ഗുസ്തി? ഒന്നും പറയണ്ട എൻ്റെ മാധവൻകുട്ടിയെ. നമുക്കൊരു പയ്യുണ്ട്, ബെല്ലാത്ത പയ്യ്. ഇങ്ങോട്ട് വലിച്ചാ അങ്ങോട്ട് പോവും, അങ്ങോട്ട് വലിച്ചാ ഇങ്ങോട്ട് പോവും. ഓ, നമ്മൾ ഇടങ്ങാറായി അതിനെയും കൊണ്ട്. അല്ല, ഇതാര്? ദേവുട്ടിയോ? ഇജുണ്ടായിരുന്നോ ഇവിടെ? എന്താ കെട്ടിയോനും കൂടെ പാടത്ത്? ആ, ഓളെനിക്ക് കഞ്ഞിയും കൊണ്ട് വന്നതാ. ആ, ഓളെപ്പോലൊരു ഭാര്യനെ കിട്ടിയത് അന്റെ ഭാഗ്യം. വേണ്ട കഞ്ഞിയും കറിയും വെച്ച് തരും, എൻ്റെ കൂടെ പാടത്ത് പണിക്കും ഇറങ്ങും. നല്ല മോള ഓള്. വാ, ഇജിവിടെ ഇരിക്കി. എന്താ എൻ്റെ വിശേഷം? നല്ല വിശേഷം സൈനാത്ത, അങ്ങനെയൊക്കെ പോകുന്നു. എൻ്റെ നിറമൊക്കെ പോയി, അങ്ങ് കറുത്ത് കരിവാളിച്ചു പോയല്ലോ എൻ്റെ കുട്ടിയെ. എന്തോ ഒരു മുടിയുള്ള കുട്ടിയായിരുന്നു, മുടിയും പോയി നിറവും പോയി. സാരല്ല സൈനാത്ത, ജീവിതം അങ്ങനെയൊക്കെ തന്നെ അല്ലേ. അല്ല, എന്തൊക്കെയാ നിങ്ങളെ വിശേഷം? ഓ, എന്ത് പറയാണ് എൻ്റെ മോളെ. പെരപ്പണി നടക്കുക, പൈസക്ക് വേണ്ടി നമ്മൾ മണ്ടി നടക്കുക. ഇനി കക്കൂസിൻ്റെ പണിയും കൂടി ഉണ്ട്. ലോണിന് അപേക്ഷിച്ചാണെങ്കിൽ കിട്ടുന്നുമില്ല. പടച്ചോനെ, എൻ്റെ പയ്യല്ലേ കരിയണത്, അതിന് ദാഹിക്കുന്നുണ്ടാകും. കാടിവെള്ളം ഉണ്ടോ എൻ്റെ പെരയിൽ ദേവുട്ടിയെ? ഉണ്ട് സൈനാത്ത, വരി ഞാൻ എടുത്തു തരാം. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം, മാളൂര് കാണുമ്പോൾ നേരെ നിൽക്കണം, മേലോരെ കാല് തൊട്ട് തലയിൽ വെക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നമസ്കാരം. ഇതാ നിങ്ങളുടെ മെമ്പർ എത്തിക്കണേ. നിങ്ങളുടെ സ്വന്തം മെമ്പർ തങ്കപ്പൻ എത്തിക്കണേ. ഈ നാട്ടിലെ ഏത് കാര്യത്തിനും, നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞാനുണ്ട്. ഞാനും എൻ്റെ പാർട്ടിയുണ്ട്. നമ്മുടെ റോഡിന്റെ കാര്യം എന്തായി? വല്ലതും നടക്കുവോ? റോഡല്ലേ, അതിപ്പോൾ ശരിയാക്കി തരാന്ന്. ഞാനെന്നാ തിരുവനന്തപുരത്തേക്ക് വിളിച്ചോക്കട്ടെ. ഹലോ മെമ്പർ. എന്ത് മൺപയറോ? എടാ മൺപയറല്ലടാ, മെമ്പർ. ഹലോ കട്ടായിപ്പോയി. ഇതേതോ സൂപ്പർ മാർക്കറ്റാന്ന് തോന്നുന്നു. മെമ്പറേ, റോഡിന്റെ കാര്യം അത് നമ്മള് ഇപ്പൊ ശരിയാക്കി തരാം. ആ, അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 2 കൊല്ലായി. ഓനെ മറ്റേ പാർട്ടിയാ, ഓൻക്കേ അങ്ങനെയൊക്കെ റോഡ് കിട്ടിയാ മതി. അല്ല, ഇതാരും മാധവേട്ടനോ? കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ആ, കുഴപ്പമില്ല. അല്ല മെമ്പറേ, ഞാനൊരു ലോണിൽ അപേക്ഷിച്ചിട്ട് എന്തായി? എൻ്റെ മാധവേട്ടാ, എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ടെന്നല്ലേ? അതന്നെ മെമ്പർ എപ്പോഴും പറയല്. എൻ്റെ മാധവേട്ടാ, അങ്ങനെ അങ്ങ് പിണങ്ങിയാലോ? കൊയ്ത്ത് നമുക്ക് ഉഷാറാക്കണ്ടേ? നമുക്കൊരു കൊയ്ത്തുത്സവം തന്നെ നടത്തിക്കളയാ. പിന്നെ ലോണിൻ്റെ കാര്യല്ലേ, അത് ഈ മെമ്പർ തങ്കപ്പൻ ഏറ്റു. ഏറ്റാ മതി. എന്നാ പോട്ടെ മാധവേട്ടാ, വൈകിട്ട് കമ്മിറ്റി ഉണ്ട്. മെമ്പറല്ലേ ആ പോണത്? മെമ്പറേ, അത് സൈനാത്തയാ. അയ്യോ, സൈനാത്തിയാണോ? അവര് കണ്ട കുഴപ്പാ. വാ മെല്ലെ മുങ്ങ. ഇതാര് സൈനാത്തിയോ? ഓ, അപ്പ എനക്ക് നമ്മളെ ഓർമ്മ ഉണ്ടല്ലേ? പിന്നല്ലാണ്ട്. മെമ്പറേ, അന്നോട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് എത്ര കാലായി? ഇതെന്താ അത് ശരിയാക്കി തരാത്തത്? എന്ത് കാര്യം സൈനാത്ത? അനക്ക് ഓർമ്മയില്ല? അത് ഇല്ലാന്ന്. കക്കൂസിടോ, ഇന്റെ കക്കൂസ്.
ഈ താത്തക്ക് എപ്പ കണ്ടാലും കക്കൂസ് കക്കൂസ് പറയാനേ നേരുള്ളൂ. കക്കൂസിന് പിന്നെ കക്കൂസ് എന്നല്ലാതെ അടുക്കള എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ താത്ത നിങ്ങള് ബേജാറാവില്ലേ, ഞാൻ അതൊക്കെ നമ്മൾ ശരിയാക്കി തരാം. ഇത് ശരിയാക്കൽ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. കക്കൂസ് ഇല്ലാതെ നമുക്ക് പറ്റോ? കക്കൂസിന് കക്കൂസ് തന്നെ വേണ്ടേ? ഒന്ന് നിർത്തന്റെ താത്ത, നിങ്ങളുടെ ഒരു കക്കൂസ് ഞാൻ ശരിയാക്കി തരാന്ന്. എന്നാ ഞാൻ പോട്ടെ, കമ്മിറ്റി ഉണ്ട്, നാളെ വരാ. നാളെ വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരൂട്ടോ. വാടാ, ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഓന്റെ കാര്യ കിട്ടിയാ കിട്ടി. അല്ല, നമ്മുടെ ടീച്ചറും കുട്ടികളല്ലേ ആ വരുന്നത്? ഇന്നെന്താ സ്കൂളിൽ പഠിത്തമൊന്നുമില്ലേ? നമസ്കാരം മാധവേട്ട. നമസ്കാരം ടീച്ചറേ. എന്താ എല്ലാരും കൂടെ? മാധവേട്ട, കുട്ടികൾക്ക് സാമൂഹ്യശാസ്ത്രത്തിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വന്നതാ. അതിനിപ്പെന്താ, അതിന് പറ്റിയ ആള് ഉമ്മടെ മാധവൻകുട്ടി തന്നെയല്ലേ. കൃഷിയെ കുറിച്ച് ഓൻക്കറിയാത്ത എന്താ ഉള്ളത്? ഇല്ല ദേവുട്ടിയെ. പഠിച്ചോനെ, നിന്റെ പയ്യല്ല കരയുന്നത്. അതിന് ഞാൻ ഈ കാടിവെള്ളം ഒന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. വാ മക്കളെ, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ദേവു, നീ ഇതൊന്ന് വീട്ടിൽ കൊണ്ടുപോയി വെക്ക്. വാ. ചേട്ടാ, ഞങ്ങൾക്ക് നെല്ലിനെ കുറിച്ച് പറഞ്ഞു തരുമോ? ഓ പറയാലോ, ചോദിക്ക്. നിങ്ങൾ ഏതൊക്കെ നെല്ലുകളാണ് കൃഷി ചെയ്യാറുള്ളത്? പറഞ്ഞു തരാം. സാധാരണ ചെയ്യുന്ന നെല്ലിനങ്ങൾ തൊണ്ടി, അടുക്കൻ, വലിച്ചൂരി, IR20, ഭാരതി, പാലക്കാടൻ മട്ട, ഇതൊക്കെയാണ്. എന്തൊക്കെ വളമാണ് ഉപയോഗിക്കാറുള്ളത്? അത് മക്കളെ, ഞങ്ങൾ സാധാരണയായിട്ട് ചാണകം, ഗോമൂത്രം, കോഴിക്കാഷ്ടം, പച്ചിലവളം ഇതൊക്കെയാണ് ഇടാറുള്ളത്. അപ്പോൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ലേ? ഇല്ല മക്കളെ, ഒരിക്കലുമില്ല. രാസവളങ്ങൾ ഉപയോഗിച്ചാൽ നല്ല വിളവും ലാഭവും കിട്ടുമായിരിക്കും. പക്ഷേ അതൊക്കെ മണ്ണിനും മനുഷ്യനും വളരെ ദോഷ. നേരും നെറിയുള്ള മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മക്കളെ. നിങ്ങൾക്കറിയോ, രാസവളങ്ങൾ ഈ മനോഹരമായ പ്രകൃതിയെയും മനുഷ്യനെയും എങ്ങനെയൊക്കെ നശിപ്പിക്കുന്നതെന്ന്? ഇപ്പം മക്കൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലായില്ലേ? എന്നാ ശരി, മക്കൾ പോയിക്കോട്ടോ. താങ്ക് യു ചേട്ടാ. താങ്ക് യു മാധവേട്ട. നിങ്ങളെ പോലുള്ള കർഷകരെയാണ് നമ്മുടെ നാടിനാവശ്യം. എന്നാ ഞങ്ങൾ പോട്ടെ. ടാറ്റാ. എന്താടി എൻ്റെ മുഖത്തൊരു സങ്കടം? എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ, എന്നോട് പറയ്. ഒന്നുമില്ലാന്ന്. എൻ്റെ മുഖം കണ്ട് എനിക്കറിഞ്ഞൂടെ? എന്തോ ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കി. നമ്മളെ മോൻ. മോനെന്ത് പറ്റി? എന്തു പറ്റാനാ, നിങ്ങൾക്കറിയില്ല ഓൻ്റെ കാര്യം. എന്നും പറയണ പോലെ തന്നെ ഇന്നും പറഞ്ഞു. ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാ. ഈ വയലിൻ്റെ കാര്യല്ലേ? അത് നടക്കൂലെന്ന് ഞാൻ ഓനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. നീ വിഷമിക്കണ്ട. ഇതങ്ങനെയല്ല മാധവേട്ടാ, ഇത് കുഴപ്പമാവും. ഓൻ ഭയങ്കര ദേഷ്യത്തിലാ. എനിക്ക് പേടിയാവുക. എപ്പോൾ നോക്കിയാലും ഫോണിലാ. കുറേ കൂട്ടുകാരും ഉണ്ട്. ഓ രണ്ടും കൽപ്പിച്ചിട്ടെന്നാ തോന്നണത്. സംസാരിക്കാൻ ചെന്നതിന് എന്നോട് ദേഷ്യം പിടിച്ച് വീട്ടിലെ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞു. എന്താ ദൈവം നമ്മളിപ്പോൾ ചെയ്യാ ഇങ്ങനെ ആയാല്? ഒറ്റ മോനാ, ഞാൻ എങ്ങനെ വളർത്തിയതാവനെ?
ഈ വയലിൽ കിടന്ന് മഴയത്തും വെയിലത്തും കഷ്ടപ്പെട്ട ഞാൻ ഓനെ വളർത്തിയതും പഠിപ്പിച്ചതും. എന്നിട്ട് ഓനിക്കിപ്പോൾ ഇതൊന്നും വേണ്ടാന്ന്. വയൽ നികത്തണം പോലും. എന്തോ ബിൽഡിംഗ് ഉണ്ടാക്കാനാണത്രേ. എനിക്കിത് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ ഈ വയലുണ്ട്. അച്ഛൻ പോയപ്പോൾ ഇതെന്നെ ഏൽപ്പിച്ച് പോയതാ. ഇല്ല, എന്നെ കൊണ്ടാവൂല. ഈ വയലില്ലാണ്ട് ഈ മാധവനൊരു ജീവിതമില്ല. എനിക്ക് കഴിയില്ല ഇത് വിട്ടുകൊടുക്കാൻ. എനിക്ക് കഴിയില്ല. മാധവേട്ടാ, ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. വാ, മതി. ഇന്നിനി പണിയൊന്നും ചെയ്യണ്ട, വീട്ടിൽ പോവാ. ഡാ, ഇതാടാ ആ സ്ഥലം. നല്ല സൈറ്റാ. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ പ്ലാനുകളുണ്ട്. എന്താടാ പ്ലാൻ? പറയാം. ഈ വയല് ഞാൻ മണ്ണിട്ട് നികത്തും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ ഒരു റിസോർട്ട് പണിയോടാ അവിടെ. ആ നല്ല ഐഡിയ. എടാ, ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആടാ. ഒരുപാട് ആളുകൾ വരും. നമുക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോടാ? ക്യാഷ്. എന്നാ റിസോർട്ട് മാത്രമാക്കണ്ടാടാ, നമുക്കൊരു മാള് കൂടെ പണിതാലോ? അളി, അത് പൊളിച്ചു. കിടിലൻ ഐഡിയ. എടാ, ജീവിക്കണമെങ്കിൽ പണം വേണോടാ, പണം. പണമില്ലാത്തവനെ എന്തിനു കൊള്ളാം? ഈ ലോകത്ത് എന്തിനും മേലെയാടാ പണം. പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് അയാൾ ഒറ്റൊരുത്തൻ, എൻ്റെ അച്ഛൻ. എടാ, നിന്റെ അച്ഛൻ വരുന്നടാ. അച്ഛൻ എന്താ മോനെ നീ ഇവിടെ? എന്താ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട്? അത് നിങ്ങൾക്ക് അറിയില്ലേ? എന്താന്ന് അറിയില്ലേ? എത്ര നാളായി ഞാൻ പറയുന്നു ഈ വയലൊക്കെ എനിക്ക് എഴുതി തരാൻ. എനിക്കിവിടെ ഒരു റിസോർട്ടും മാളും ഒക്കെ പണിയണം. എനിക്ക് പണം സമ്പാദിക്കണം, പണം. അതെങ്ങനെയോ നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ മനസ്സിലാവില്ലല്ലോ. ഇല്ല മോനെ, ഈ വയൽ ഞാൻ നിനക്ക് തരില്ല. അതും വിചാരിച്ച് എൻ്റെ മോൻ സ്വപ്നമൊന്നും കാണണ്ട. എന്താ എഴുതി തന്നാല് ഞാൻ നിങ്ങളുടെ ഒറ്റ മോനല്ലേ? നിങ്ങളൊക്കെ പഴയ ആൾക്കാരാ. ആ കാലമൊക്കെ പോയച്ചാ. കൃഷി കൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, ഈ സ്ഥലം എൻ്റെ പേരിൽ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ? ഇത് നികത്തി ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഞാൻ ഈ ഭൂമി നിനക്ക് തരില്ല മോനെ. തരില്ലല്ലേ? ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. വാടാ. എന്താ മോനെ, എന്തുണ്ടായേ? മാറിക്കങ്ങോട്ട്. എന്താ മാധവേട്ടാ, എന്തുണ്ടായേ? ആ ദേവു, നമ്മളെ മോൻ, ഓനിക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഓനിക്കിവിടെ റിസോർട്ട് ഉണ്ടാക്കണം അത്രേ. എനിക്ക് എങ്ങനെ കഴിയും എൻ്റെ ദേവോ ഇത് സമ്മതിക്കാൻ? നമ്മളെ ജീവിതം എന്തെങ്ങനെ ആയിപ്പോയത്? നമ്മളാരും ദ്രോഹിച്ചിട്ടില്ലല്ലോ. ഈശ്വരാ, ഇതെന്തൊരു വിധി. മാധവേട്ടാ, ഇങ്ങനെ വിഷമിക്കല്ലേ. മാധവേട്ടാ, ഇത് നോക്ക്. എന്താ അത്? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? മാറി നിൽക്കണം മിസ്റ്റർ. ഞങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് അളക്കണം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. വെറുതെ ഒച്ച വെക്കണ്ട. അവര് ഞാൻ പറഞ്ഞിട്ട് വന്നതാ. നിങ്ങളെ ജോലി ചെയ്തോ, എല്ലാ ആളൊന്നും തിട്ടപ്പെടുത്തിക്കോ. അതാ കിഴക്കേ ഭാഗത്തെ അതിര്. അവിടെ നിന്ന് അളന്ന് തുടങ്ങിയാ മതി. മോനെ,
എന്താ ഇതൊക്കെ? അമ്മ മാറ്, എന്നെ തടയരുത്. എന്റെ പടച്ചോനെ, എന്താ ഇവിടെ നടക്കുന്നത്? എന്താ അച്ഛൻ കാണിക്കുന്നത്? അച്ഛന് സമ്മതമല്ലാതെ ഭൂമി അളക്കുക. ദേ സൈനാത്ത, ഇതെന്റെ കുടുംബക്കാരിയാ. നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട. വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കൂലാട്ടോ. അങ്ങോട്ട് മാറിയിക്ക്. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിന് സമ്മതിക്കില്ല. മാറടാ. അവൻ്റെ ഒരു അളക്കല് കടന്നു പോയിൻ്റെ ഭൂമിന്ന് ആരും ഇവിടെ കണ്ടുപോകരുത്. അച്ഛാ മാറ്, മാറിയിക്ക്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. മാറല്ലേ പറഞ്ഞു. അയ്യോ മാധവേട്ട, എന്ത് പറ്റിയ മാധവേട്ട? എനിക്ക് എന്ത് പറ്റിയ? എന്ത് പറ്റിയ മാധവേട്ട? എനിക്ക് നീ എന്താടാ ഈ കാണിച്ചത്? സ്വന്തം അച്ഛനാടാ അത്. നിന്റെ ഈ തണ്ടും തടി ആരോഗ്യം ഉണ്ടല്ലോ, അച്ഛൻ്റെ വേർപ്പിന്റെ ഫലാടാ. ഈ വയലിൽ വെയിലത്തും മഴയത്തും പണിയെടുത്തിട്ടാടാ അച്ഛൻ നിന്നെ പോറ്റിയത്. എന്നിട്ടും പണത്തിന് വേണ്ടി നീ അച്ഛനെ തള്ളി പറഞ്ഞില്ലേ? നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ഇതിന്? ദുഷ്ടനാ നീ, ദുഷ്ടൻ. കിട്ടി കിട്ടി, അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി. മാധവേട്ടാ, ദേവേട്ടത്തി, സൈനാത്ത, അവാർഡ് കിട്ടി. മികച്ച കർഷകനുള്ള അവാർഡ് നമ്മുടെ മാധവേട്ടനാ. നമ്മുടെ MLA വിളിച്ചു പറഞ്ഞതാ. മോനെ, നിന്റെ അച്ഛനാണോ ഈ വർഷത്തെ കർഷക അവാർഡ്? എന്താ ആരും മിണ്ടാത്തേ? എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്തേ? മാധവേട്ടാ, ഇങ്ങക്കാ ഈ വർഷത്തെ കർഷക അവാർഡ്. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട ഈ അവാർഡൊന്നും. എന്തിനാ അവാർഡ്? നാട്ടുകാരൊക്കെ എന്നെ അംഗീകരിക്കുമ്പോഴും എൻ്റെ മോന്, എൻ്റെ പൊന്നു മോന് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നതൊന്നും അവൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഈ അച്ഛൻ്റെ അമ്മയുടെ സങ്കടങ്ങളൊന്നും അവൻ കാണുന്നില്ലല്ലോ. അവന് വേണ്ടത് ഈ വയലാ. എടുത്തോട്ടെ, എല്ലാം എടുത്തോട്ടെ. മണ്ണിട്ട് നികത്തിയേ, ബിൽഡിംഗ് ഉണ്ടാക്കിയേ, എന്താ അച്ഛായിക്കോട്ടെ, ഞങ്ങൾ തടയില്ല. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിനൊക്കെ വലുത് അവനക്ക് പണാ. മോനെ, അച്ഛനും അമ്മയും പഴഞ്ചനാടാ. ഞങ്ങൾക്ക് നിന്നെ പോലത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനി അച്ഛനും ഉണ്ടാവില്ല. ഇനി എൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമായിട്ട് പോവുക, ഞങ്ങൾ പോവുക. ദേവു വാ, ഇനി ഇവിടെ നിൽക്കണ്ട. നമുക്കിവിടെ ആരാ ഉള്ളത്? ഓൻ ജീവിക്കട്ടെ, ഓൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വാ പോകാം. മക്കളെ, മഴയത്തും വെയിലത്തും മണ്ണിൽ കഷ്ടപ്പെടുന്ന കർഷകരെ നിങ്ങളെ ഒരിക്കലും മറക്കരുത്. ഒരു ലാഭം മോഹിച്ചിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അന്നം തരാൻ വേണ്ടിയാ. ഞങ്ങളെപ്പോലുള്ള കർഷകരൊക്കെ ഉണ്ടല്ലോ, ചേറിൽ കാല് വെക്കുന്നത് കൊണ്ടാ നിങ്ങളൊക്കെ ചോറിൽ കൈ വെക്കുന്നത്. മറക്കരുത്. മാധവ, ദേവു, നിങ്ങൾ പോവല്ലേ മോനെ. നീ വിളിച്ചാ ഓല് വരും. വിളിക്ക് മോനെ അച്ഛനെ. ചേട്ടാ വിളിക്ക്, ചേട്ടാ മാധവേട്ടനെ വിളിക്ക്.
അച്ഛാ 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 പോവല്ലേ പോവല്ലേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കച്ഛ. അച്ഛനെയും അമ്മേനെയും എനിക്ക് വേണം. അമ്മ പോവല്ലമ്മ. ഈ ലോകത്തില് എല്ലാത്തിലും വലുത് പണമല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹമാണ്. അതെനിക്ക് മനസ്സിലായി. ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിക്ക് വേണ്ട. നമുക്കൊന്നിച്ച് ഇതിൽ കൃഷി ഇറക്കാം. ഞാനുണ്ട് കൂടെ. നിങ്ങൾ ഈ നാടിൻ്റെ മാത്രമല്ല, എൻ്റെ അഭിമാനാ. മോനെ മോനെ ഇപ്പോ എല്ലാവർക്കും സന്തോഷായില്ലേ? എല്ലാം ശരിയായില്ലേ? മെമ്പറേ, ഇന്റെ കാര്യം. ഓ എന്റെ സൈനാത്ത, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ കാര്യം പറയല്ലേ? മെമ്പറെ റോഡിന്റെ കാര്യം അത് ഞാൻ മറന്നിട്ടില്ല. മെമ്പറെ, നമ്മളെ ലോൺ എന്തായി? എല്ലാം നടക്കുവോ? ആ ഓർമ്മയുണ്ട്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഈ മെമ്പർ തങ്കപ്പൻ ഇപ്പൊ ശരിയാക്കി തരാം.